ഹലോ ഓൾ വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിയോളജിയിലെ നമ്മുടെ ജി ഐ ടി എന്നൊരു ടോപ്പിക്കാണ്. ജി ഐ ടിയിലെ മെയിനായിട്ട് മൂവ്മെൻറ്റ് ഓഫ് ജി ഐ ടി. നമ്മൾ പ്രീവിയസ് ഇയർ KVHSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പം അതിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഷോർട്ട് എസ്സേസിൽ നമ്മൾ കാണുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റും സ്റ്റേജസ് ഓഫ് ഡെഗ്ലൂട്ടേഷനും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നത് മെയിനായിട്ട് 3 കാര്യത്തിന് വേണ്ടി. മെയിനായിട്ട് 3 പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്താണ് മിക്സിങ് ദ കൈം വിത്ത് ഡൈജസ്റ്റീവ് സെക്രീഷൻ. നമ്മുടെ കൈമില്ലേ, ബോളസ് കൈമൊക്കെ ആവുന്നുണ്ടല്ലോ ഫുഡ്, അപ്പോൾ ആ കൈം ഡൈജസ്റ്റീവ് സെക്രീഷനായിട്ട് മിക്സ് ചെയ്യുന്നത്. രണ്ടാമത്തതോ ബ്രിങ്ങിങ് ദറ്റ് കൈം ഇൻ കോണ്ടാക്ട് വിത്ത് അബ്സോർപ്റ്റീവ് സർഫസ് ഓഫ് മൈക്രോവില്ലി. നമ്മുടെ മൈക്രോവില്ലി ഇല്ല ഇൻഡസ്ട്രിയിലുള്ള, അതിന് കുറേ അബ്സോർപ്റ്റീവ് സർഫസ് ഉണ്ടല്ലോ, അപ്പം അത് കൈമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. അതുവഴി നമ്മുടെ അബ്സോർപ്ഷൻ കൂട്ടുന്നുണ്ട്. പിന്നെ മൂന്നാമത്തായിട്ടുള്ള ഫംഗ്ഷനാണ് പ്രൊപ്പല്ലിങ് ദ കൈം ടുവേർഡ്സ് ദ കോളൻ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഈ 3 ഫംഗ്ഷനാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഇനി അപ്പോൾ ഈ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് സ്മോൾ ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റീസ് വേണമല്ലോ. അതാണ് നമ്മൾ താഴെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സെഗ്മെൻറ്റേഷൻ, പെരിസ്റ്റാൾസിസ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സെഗ്മെൻറ്റേഷൻ. ഇത് മോസ്റ്റ് കോമൺ മൂവ്മെൻറ്റ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രെയിൻ ആണ്. ഇവിടെ എന്താ നടക്കുന്നത്, നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രെയിനിലെ സർക്കുലർ മസിൽ ലെയർ ഇല്ലേ, അതിൻ്റെ കോൺട്രാക്ഷനാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പം. അപ്പോൾ ഈ കോൺട്രാക്ഷൻ വഴി സ്മോൾ ഇൻഡസ്ട്രെയിനൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കുറേ സെഗ്മെൻറ്റ്സ് ആയിട്ട്. ഓക്കെ, ഇനി റേറ്റ് ഓഫ് സെഗ്മെൻറ്റൽ കോൺട്രാക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് സ്ലോ വേവ്. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ഡിയോഡിനം, ജെജുനം, ഇലിയം ഇതിൻ്റെയൊക്കെ ഫ്രീക്വൻസി നമ്മൾ പറയാൻ പോകുന്നത്. ഡിയോഡിനം ആണ് 18 പെർ മിനിറ്റ്, ജെജുനം ആണ് 15 പെർ മിനിറ്റ് ആൻഡ് ഇലിയം ആണ് 12 പെർ മിനിറ്റ്. ഓക്കെ, ഇനി ഒരു സെഗ്മെൻറ്റേഷൻ കോൺട്രാക്ഷൻ ഇറ്റ് എഫക്റ്റീവ്ലി മിക്സ് ദ കൈം വിത്ത് പാൻക്രിയാറ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്രീഷൻ. പാൻക്രിയാറ്റിക്കും അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്രീഷനൊക്കെ ആയിട്ട് കൈമിനെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഈ സെഗ്മെൻറ്റേഷൻ കോൺട്രാക്ഷൻ. അതുപോലെ ഇറ്റ് ഫോഴ്സ് ദ കൈം ടുവേർഡ്സ് ഈച്ച് അതർ ഇൻ ദ റിസീവിങ് സെഗ്മെൻറ്റ്. നമ്മുടെ ഏത് സെഗ്മെൻറ്റാണ് റിസീവിങ് ആയിട്ടുള്ളത്, അപ്പോൾ ആ റിസീവിങ് സെഗ്മെൻറ്റിലേക്ക് കൈമിനെ ഫോഴ്സ് ഈ ഒരു സെഗ്മെൻറ്റേഷൻ വഴി റിസീവിങ് സെഗ്മെൻറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുവഴി എങ്ങനെ നല്ല മിക്സിങ്, എഫക്റ്റീവായിട്ടുള്ളൊരു മിക്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെഗ്മെൻറ്റേഷൻ. ഓക്കെ, മോസ്റ്റ് കോമൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താ, നമ്മുടെ കോൺട്രാക്ഷൻ ആണല്ലോ മസിലിൻ്റെ, അതുവഴി നമ്മുടെ ഇൻഡസ്ട്രീനെ ഓരോരോ സെഗ്മെൻ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോഗ്രസീവ് കോൺട്രാക്ഷനാണ്. ഓക്കെ, നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കോൺട്രാക്ഷനാണ് പെരിസ്റ്റാൾസിസ്. എന്തിൻ്റെയാണ്? ഓഫ് സക്സസീവ് പോർഷൻ ഓഫ് സർക്കുലർ സ്മൂത്ത് മസിൽസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രൈൻ. സ്മോൾ ഇൻഡസ്ട്രൈനിലെ കുറേ സ്മൂത്ത് മസിൽസ് ഇല്ലേ, അതിൻ്റെ പ്രോഗ്രസീവ് കോൺട്രാക്ഷനാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുമ്പോൾ. ഇനി ഈ വേവ് ഓഫ് കോൺട്രാക്ഷൻ മൂവ്സ് ഇൻ ഓർത്തോഗ്രേഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ടുവേർഡ്സ് എ കോളൻ. ഇതാണ് ലോ ഓഫ് ഇൻഡസ്ട്രൈനിൽ പറയുന്നത്. അപ്പോൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ടുവേർഡ്സ് എ കോളൻ ആണ്. ഇനി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം ടു പ്രൊപ്പൽ ദ കൈം ഇൻ ഫോർവേഡ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ടുവേർഡ്സ് എ കോളൻ. ഇനി ഇവിടെ ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോഡിൻ ഡിക്രീസസ് ദ മോട്ടിലിറ്റി ഓഫ് ഇൻഡസ്ട്രെയിൻ ആൻഡ് ദെയർ ബൈ ഡിക്രീസസ് ദ ഫ്രീക്വൻസി ഓഫ് ഡെഫിക്കേഷൻ. ഓക്കെ, അപ്പം കോഡിൻ പോലത്തെ കോഡിനൊക്കെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗട്ട് മോട്ടിലിറ്റി, മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി നല്ലോണം ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുവഴി ഡിഫിക്കേഷൻ്റെ ഫ്രീക്വൻസി കുറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡിക്രീസ്ഡ് മോട്ടിലിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് പ്രൊലോങ്സ് ദ ട്രാൻസിറ്റ് ടൈം ഫോർ ഇൻഡസ്ട്രിയൽ കണ്ടൻറ്റ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ കണ്ടൻറ്റ് ട്രാൻസിറ്റ് ടൈം പ്രൊലോങ് ചെയ്യുന്നുണ്ട് എന്ത്, ഡിക്രീസ്ഡ് മോട്ടിലിറ്റി. അപ്പോൾ എന്താ, ഒരുപാട് വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ റീഅബ്സോർബ് ചെയ്യും, അങ്ങനെ വോളിയം ഓഫ് സ്റ്റൂൾ കുറയും. അപ്പം പെരിസ്റ്റാൾസിസും കഴിഞ്ഞു. ഇനി മൈഗ്രേറ്റിംഗ് മോട്ടർ കോംപ്ലക്സ് MMC. ഇത് നടക്കുന്നത് ഇൻറ്റർ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഫേസിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി MMC സ്റ്റൊമക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ഔട്ട് ദ ഇൻഡസ്ട്രെയിൻ ടു ദ ടെർമിനൽ പാർട്ട് ഓഫ് ഇലിയം. ഇലിയത്തിൻ്റെ ടെർമിനൽ പാർട്ടിലാണത് തീരുന്നത്. ഓക്കെ, സ്റ്റൊമക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇൻഡസ്ട്രെയിൻ മൊത്തം ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇലിയത്തിൻ്റെ ടെർമിനൽ പാർട്ടിൽ അത് എൻഡ് ചെയ്യുന്നു. വൺസ് MMC റീച്ച് ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് ഇലിയം, നെക്സ്റ്റ് MMC ബിഗിൻസ് ഇൻ സ്റ്റൊമക്ക്. ഓക്കെ, ഒരു MMC ഇലിയത്തിൻ്റെ ടെർമിനൽ പാർട്ടിൽ എത്തിക്കഴിയുമ്പം അടുത്ത MMC സ്റ്റൊമക്കിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതുപോലെ MMC ഈസ് റിപ്പീറ്റഡ് എവരി 75 to 90 മിനിറ്റ്സിലാണ് നമ്മുടെ MMC റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി MMC നമ്മുടെ എൻറ്റയർ ലൂമിനെ, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആയിക്കോട്ടെ ഇൻഡസ്ട്രിൻ ആയിക്കോട്ടെ എൻ്റെ എൻറ്റയർ ലൂമിനെ ക്ലീൻ ചെയ്യുന്നുണ്ട് ടു കീപ് ദ ഹൗസ് റെഡി ഫോർ ദ നെക്സ്റ്റ് മീൽ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ മൈഗ്രേറ്റിംഗ് മോട്ടർ കോംപ്ലക്സിനെ ഹൗസ് കീപ്പർ ഓഫ് സ്മോൾ ഇൻഡസ്ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇറ്റ് ക്ലീൻസ് ദ എൻറ്റയർ ലൂമിൻ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്ട്രെയിൻ ടു കീപ് ദ ഹൗസ് റെഡി ഫോർ നെക്സ്റ്റ് മീൽ. അടുത്താണ് കോൺട്രാക്ഷൻ ഓഫ് മസ്കുലാരിസ് മ്യൂക്കോസ. നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രൈൻ്റെ മസ്കുലാരിസ് മ്യൂക്കോസ ഇറഗുലർലി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കോൺട്രാക്ഷൻ ഒക്കെ നേരത്തെ ഫ്രീക്വൻസി ഓഫ് എബൌട്ട് 3 per minute.
ഈ നമ്മുടെ മസ്കുലാരിസ് മ്യൂക്കോസയുടെ കോൺട്രാക്ഷൻ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്പ് ഇൻ ദ മിക്സിംഗ് ദ ലൂമിനൽ കണ്ടന്റ് ആൻഡ് ഓൾസോ ഇൻ ബ്രിങ്ങിങ് ദ ഫ്രഷ് കൈം ഇൻ കോൺടാക്ട് വിത്ത് മ്യൂക്കോസൽ സർഫസ്. ഓക്കെ, ലൂമിനൽ കണ്ടന്റ് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടി, അതുപോലെ ഫ്രഷ് കൈമിനെ മ്യൂക്കോസൽ സർഫസിലേക്ക് എത്തിക്കാനായിട്ടുമാണ് നമ്മുടെ മസ്കുലാരിസ് മ്യൂക്കോസയുടെ കോൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ വില്ലസ് കോൺട്രാക്ഷൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ വില്ലയും ഇതുപോലെ ഇറഗുലർലി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ മസ്കുലാരിസ് മ്യൂക്കോസയ ഇറഗുലർലി കോൺട്രാക്ട് ചെയ്യുന്നത്, അതുപോലെ വില്ലയും ഇറഗുലർലി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് വില്ലസ് കോൺട്രാക്ഷൻ. ഇതെന്തിനു വേണ്ടിയാണ്? ഫോർ എംഡിങ് ദ സെൻട്രൽ ലാക്റ്റിൽസ് ഓഫ് വില്ലയിൽ ലാക്റ്റിൽസ് ഒക്കെ ഇല്ലേ, അപ്പോൾ സെൻട്രൽ ലാക്റ്റിൽസിനെ എംഡിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ ഇൻറ്റസ്റ്റൈനൽ ലിംഫ് ഫ്ലോ. ദെൻ ഇൻറ്റസ്റ്റൈനൽ റിഫ്ലെക്സ്. മെയിനായിട്ട് 2 റിഫ്ലെക്സാണ് ഉള്ളത്, ഇൻറ്റസ്റ്റൈനൽ റിഫ്ലെക്സും ഗ്യാസ്ട്രോ ഇലിയൽ റിഫ്ലെക്സും. ഓക്കെ, അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ കാണുന്ന 2 റിഫ്ലെക്സ് ഇൻറ്റസ്റ്റൈനൽ റിഫ്ലെക്സ് ആൻഡ് ഗ്യാസ്ട്രോ ഇലിയൽ റിഫ്ലെക്സ്. ഈ ഇൻറ്റസ്റ്റൈനൽ റിഫ്ലെക്സിലെ ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ലോക്കലായിട്ടുള്ള എൻറ്ററിക് ന്യൂറോൺസും അതുപോലെ വേഗൽ പാത്വേ ആണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ ലോക്കൽ എൻറ്ററിക് ന്യൂറോൺസ് വേഗൽ പാത്വേ. പക്ഷേ നമ്മുടെ ഗ്യാസ്ട്രോ ഇലിയൽ റിഫ്ലെക്സോ ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ വേഗസ് നെർവ്. ഓക്കെ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ഓഫ് ഇൻറ്റസ്റ്റൈൻ, പെരിസ്റ്റാൾസിസ് എപ്പോഴും ടുവേർഡ്സ് എ കോളനാണ്. അത് നമ്മളൊന്ന് ജസ്റ്റ് പറയാൻ പോവാം. ലോ ഓഫ് ഇൻറ്റസ്റ്റൈൻ ഇതെന്താണ്? വെൻ എ ബോളസ് ഓഫ് കൈം എൻറ്റേഴ്സ് ദ ഇൻറ്റസ്റ്റൈൻ, പാർട്ട് ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ ബിഹൈൻഡ് ദ ബോളസ് കോൺട്രാക്ട് ആൻഡ് പോർഷൻ ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ എഹെഡ് ഓഫ് ഇറ്റ് റിലാക്സസ് ആൻഡ് ദിസ് ഹെൽപ്പ് ഇൻ ദ പ്രൊപ്പഗേഷൻ ഓഫ് റിംഗ് ഓഫ് കോൺട്രാക്ഷൻ അബോറൽ ഡയറക്ഷൻ. ദിസ് ഇസ് ലോ ഓഫ് ഇൻറ്റസ്റ്റൈൻ. അപ്പം ഭയങ്കര സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ ബോളസ് ഓഫ് കൈം ഇൻറ്റസ്റ്റൈനിലെത്തി. അപ്പോൾ എന്താണ് നടക്കുന്നത്? പാർട്ട് ഓഫ് ഇൻറ്റസ്റ്റൈൻ ബിഹൈൻഡ് ദ ബോളസിൻ്റെ ബിഹൈൻഡ് ഒരു പാർട്ടുണ്ട്, ബോളസിൻ്റെ എഹഡുമായിട്ടും ഇൻറ്റസ്റ്റൈൻ ഒരു പാർട്ടുണ്ട്. അപ്പം നമ്മുടെ ബോളസിൻ്റെ ബിഹൈൻഡിലുള്ള ഇൻറ്റസ്റ്റൈനൽ പാർട്ട് കോൺട്രാക്ട് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ ബോളസിൻ്റെ ഫ്രണ്ടിലുള്ള ഇൻറ്റസ്റ്റൈനൽ പാർട്ടില്ലേ, അത് റിലാക്സ് ചെയ്യും. അപ്പം ഇതുവഴി ഒരു അബോറൽ ഡയറക്ഷനിലേക്ക് ഈ പ്രൊപ്പഗേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അബോറൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സെയിം ആയിട്ട് ടുവേർഡ്സ് എ കോളൻ തന്നെ. അപ്പോൾ ഇതാണ് ലോ ഓഫ് ഇൻറ്റസ്റ്റൈൻ. ദെൻ